പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മെയ് മാസം 18-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സങ്കീർത്തനം 119-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വെച്ചിരിക്കുന്ന നന്മകളെ കാണേണ്ടതിന് നമ്മുടെ കണ്ണുകളെ തുറക്കണമെന്നുള്ളതാണ്. ആ നിലയിൽ എത്ര പേർ വിശ്വസിക്കുന്നു ഈ ദൈവം നമ്മെ ഈ ഭൂമിയിൽ നടത്തുവാൻ ശക്തനാണ്? ഹല്ലേലൂയ. പല നിലയിൽ പല സാഹചര്യത്തിനകത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് നിൽക്കുന്ന ചിലരോട് ഈ ആരംഭത്തിൽ തന്നെ പറയുന്നു, നിരാശപ്പെട്ട് നിൽക്കുന്ന പലരോട് ഞാൻ ഈ ആരംഭത്തിൽ പറയുന്നു, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ. എന്നെ കേൾക്കുന്നവരെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ണുകൾക്ക് അത്ഭുതങ്ങളെ ദൈവം തുറക്കും. ഇനി വഴിയില്ലെന്ന് പറയുന്ന, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ആരൊക്കെയോ എന്നെ ശ്രദ്ധിക്കുന്നു. പഴയ നിയമത്തിനകത്ത് ഇതാ അബ്രഹാം അതിരാവിലെ ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തുകൊണ്ട് ഹാഗാറിനും ഇശ്മായേലിനും ഇതാ ബേർശേബ മരുഭൂമിയിലേക്ക് തള്ളിവിടുകയാണ്. അവർ ആ മരുഭൂമിയിൽ ഉഴന്നു നടന്നു തുരുത്തിയിലെ വെള്ളം തീരുകയാണ്. ഇപ്പോൾ ഹാഗാർ പറയുകയാണ്, ബാലന്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഹാഗാർ ഇതാ ഒരു അമ്പിൻപാട് ദൂരത്ത് കുറുങ്കാട്ടിൻ തണലിൽ ബാലനെ കിടത്തുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതാ ഹാഗാർ വിശ്വസിക്കുന്നു വെള്ളമില്ലാതെ ആ കുഞ്ഞ് മരിച്ചു പോകും. പക്ഷേ പെട്ടെന്ന് സ്വർഗത്തിൽ ഒരു ദൂതൻ വെളിപ്പെട്ടിട്ട് ഹാഗാറിനോട് പറയാണ്, ഹാഗാറെ, നിനക്കെന്ത്? ബാലന്റെ നിലവിളി സ്വർഗം കേട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, ഹാഗാറിന്റെ കണ്ണു തുറന്നു ബേർശേബ മരുഭൂമിയെ അവൾക്കൊരു ഉറവയെ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് ഇനി മുമ്പിൽ ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ വചന കേൾവിയിൽ ഞാൻ ആഴം പറയുന്നു, നീ ചിലത് കാണാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഹന്നാനോട് ചേർന്നുകൊണ്ട്, യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ആഴമായി വചനത്തെക്കുറിച്ച്, ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതങ്ങളെ നമ്മൾ കാണണം. വചനത്തിനകത്ത് വെച്ചിരിക്കുന്ന നന്മയെ നമ്മൾ കാണണം. കാരണം നമ്മെ ദിനംതോറും നടത്തുന്ന വചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയണം. ഒന്നുകൂടെ പറഞ്ഞാൽ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയും, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ, ഇരുട്ട് പിടിച്ച് മുമ്പിൽ ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഈ വചനം നിനക്ക് ടോർച്ചടിക്കുന്ന പോലാണ്. നിന്റെ മുമ്പിലോട്ടുള്ള പാത ഇപ്പോൾ വ്യക്തമായി തീരാൻ പോവുകയാണ്. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം 2-ാമത്തെ വാക്യം, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും, 2-ാമത്തെ വാക്യം, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. എന്നെ കേൾക്കുന്നവരെ, യോഹന്നാൻ പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈകൾ കൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനം. ഇന്ന് ഈ വചന സന്ദേശം ഈ പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ നമ്മളിൽ പലരും കേൾവിക്കാർ മാത്രമായി തീരുകയാണ്. സഭയിൽ പോയാൽ വചനം കേട്ടിട്ട് വീട്ടിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് പോയാൽ കേൾവിക്കാരായി മാത്രം തീരുമ്പോൾ, ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളിൽ ഇതാ ഈ വചനത്തിനകത്ത് വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ ദൈവം നിങ്ങളെ സ്പർശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശൂന്യമായ പടകിനെ നിറയ്ക്കുന്നത് നീ കാണാൻ പോവുകയാണ്. പച്ചവെള്ളം വീഞ്ഞാകുന്നത് നീ കാണാൻ പോവുകയാണ്.
മരിച്ച് നാറ്റം വെച്ച് ലാസർ പുറത്തു വരുന്നത് നീ കാണാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്നവരെ, 12 വർഷമായി രക്തസ്രാവ സ്ത്രീയോട് ചോദിച്ചാൽ അവൾ പറയും എല്ലാം അവസാനിച്ചതാണ്. ഹല്ലേലൂയ. പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് ജീവിതം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൾ കേൾക്കുകയാണ്. ആ കേട്ട ആ സമയം മുതൽ അവൾ പറഞ്ഞു തുടങ്ങി, ഞാൻ തൊട്ടാൽ രക്ഷപ്പെടും, തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുമ്പോൾ അവൾ സൗഖ്യമായത് അവൾ അറിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതം മുതൽ വചന കേൾവിയിൽ നിങ്ങൾ ഒതുങ്ങിയല്ല, നിങ്ങളത് കാണാൻ പോവുകയാണ്, നിങ്ങളത് തൊടാൻ പോവുകയാണ്. യോഹന്നാൻ പറഞ്ഞതുപോലെ ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടതുമായ ജീവൻ്റെ വചനം. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തിന് ജീവനുണ്ട്, ഈ വചനത്തിന് ചൈതന്യമുണ്ട്. ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനത്തിൻ്റെ ശക്തി ഇതാ ചിലവരെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുകയാണ്, സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ഇസ്രായേൽ മക്കൾ ഇതാ 3 ദിവസം വെള്ളം കിട്ടാതെ ശൂർ മരുഭൂമിയിലൂടെ അവർ മാറയിലെത്തുകയാണ്. അവിടുത്തെ വെള്ളം കുടിക്കാൻ കഴിയത്തില്ല, അത് കയ്പാണ്. പക്ഷെ മോശ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിടുമ്പോൾ മാറ മധുരമാകുകയാണ്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ചിലത് തുറന്നു വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനൊരു പദം വിളിച്ചു പറയട്ടെ. പത്മോസിലായിരിക്കുന്ന യോഹന്നാനെ നിങ്ങൾ ശ്രദ്ധിക്കണം. തന്നോട് സംസാരിച്ച നാദമെന്നത് കേൾക്കേണ്ടത് താൻ തിരിഞ്ഞു നോക്കുമ്പോൾ യേശു കർത്താവ് 7 നിലവിളക്കിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ കണ്ണുകൾ കാൽച്ചര്യമായി ചിലത് നീ കാണാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഇതാ പത്മോസിന്റെ സാഹചര്യങ്ങളെ ജയിച്ചുകൊണ്ട് സ്വർഗം യോഹന്നാന്റെ മുമ്പിൽ തുറക്കുകയാണ്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ കേൾക്കുന്നവരെ, കേൾവി മാത്രമല്ല, ഇന്നു മുതൽ നിങ്ങൾ ചിലത് കാണുകയാണ്. യോഹന്നാനോട് പറയുകയാണ്, നീ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ കാണിച്ചു തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ നിങ്ങൾ കണ്ടതല്ല, ഇന്നു മുതൽ പുതിയത് ചിലത് കാണാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ ഇതാ ചെങ്കടലിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. അവർ മരണം കാണുമ്പോൾ ദൈവത്തെ കണ്ട മോശ വിളിച്ചു പറയും, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ ഒരു നാളും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇന്ന് ദൈവത്തിന്റെ രക്ഷയുടെ വാതിൽ കാണും. ഇന്ന് വരെ നിന്റെ വാതിൽ അടച്ച എതിരാളിയെ ഇനി നീ കാണത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ച് എൻ്റെ കൂടെ പറഞ്ഞ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. കേൾവിയിൽ ഒതുങ്ങരുത് പ്രിയരെ. ഏലിയാവ് മുഴങ്കാലിൽ നിന്നപ്പോൾ ആ കൈമേഘം കണ്ടതുപോലെ വൻമഴയ്ക്കുള്ള സാധ്യത നീ കാണണം. ഇതാ നിന്റെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരാൻ പോകും. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതത്തിൽ നന്മകളെ കാണുവാൻ, കേൾവിയിൽ മാത്രം ഒതുങ്ങിയല്ല, ദൈവം വെച്ചിരിക്കുന്ന നന്മകളും കരുതലുകളും ഇവർ കാണുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. യേശുവിൻ നാമത്തിൽ ഇതൊരു അതിശയത്തിൻ്റെ പ്രഭാതമായി കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഒരാൾക്ക് കൂടെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഉറപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. സൂം ഐ ഡിക്കായിട്ട് പ്രാർത്ഥനാ വിഷയത്തിനായി. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.